ചെല്ലട്ടെ. നിക്ക്, നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇനി വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ പുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ എന്റെ അമ്മയെ നാട്ടിക്ക്. ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല, അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ, മറ്റയ്ക്കാ പോലെ. സോറി. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപയുടെ മരുന്നായത്. അതെ, എന്താ പറയാ? താങ്ക് യു മനെ, താങ്ക് യു വെരി മച്ച്. വിട്ടോളാ. ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുകുട്ട, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാണ്. എങ്കീച്ചില് വയറ്റത്തില്ല, എന്റെ ചങ്കിക്കേറിയാലും ഞാൻ സഹിക്കും.